ഹായ് ഗായ്സ്, ഇപ്പോൾ പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഇടുക്കിയിലേക്കാണ്. ഇടുക്കി കട്ടപ്പന ഒരു കോളേജ് ഷോ ഉണ്ട്. അപ്പോൾ അതിനു മുമ്പേ ഇന്ന് 29 ഡേറ്റ് വരുന്നത്. അപ്പോൾ ഇന്ന് നൈറ്റ് നമ്മളൊരു 8 മണിയൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് ഇറങ്ങാനുള്ള പ്ലാനാണ്. ഇറങ്ങിയിട്ട് നേരെ ഒരു പുലർച്ചെ ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേന് ഇടുക്കി വാഗമണ്ണ ഏരിയയിലേക്ക് എത്തും. അവിടെ നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഒരു തേയിലത്തോട്ടമുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് അഡ്വഞ്ചറൊക്കെ ആയിട്ടുള്ളൊരു പരിപാടികളുണ്ട്. അപ്പോൾ 2 പാർട്ടായിട്ടേക്കും നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പോയിട്ട് കണ്ടിട്ട് വരി, നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ 3 ആളേ ഉള്ളൂ ഇപ്പോൾ. അപ്പോൾ ഞാനുണ്ട്, അബിയുണ്ട്, പിന്നെ അക്ഷയ് ഉണ്ട്. അപ്പോൾ അവിടെ എത്തിയിട്ടൊന്ന് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് 2-3 സ്പോട്ടൊക്കെ ഹിഡൻ സ്പോട്ടുകളുണ്ട്, അവിടെ പോകണം. അപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ചു എൻ്റെ കൈക്ക് എന്താ പറ്റിയ, കൈ ജസ്റ്റ് ഒന്ന് ജിമ്മിൽ പോയപ്പോൾ കളിച്ചപ്പോൾ പറ്റിയതാണ്. വലിയ കുഴപ്പമില്ല, എൻ്റെ ജസ്റ്റ് ഒന്ന് ഇതായിട്ടുണ്ട്, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ പൊളിക്കല്ലേ. ഞങ്ങൾ പെട്രോൾ അടിക്കാൻ നിർത്തി, അങ്ങനെ പെട്രോൾ അടിച്ചു. ഇനി യാത്ര തുടങ്ങുകയാണ്. മൂന്നാറിലേക്ക് 267 കിലോമീറ്ററോ അത്രേ ഉള്ളൂ. മൂന്നാർ നമ്മള് വാഗമണ്ണല്ലടാ, നമ്മള് വാഗമണ്ണ ഏരിയ ആണ് നമ്മൾ പോകുന്നത്. നല്ല റോഡ്, ബൈപ്പാസ് തുറന്നതിന് ശേഷം അടിപൊളി ചില്ലായിട്ട് പെട്ടെന്ന് പോയി പോരാ. മറ്റേ റോഡിനൊക്കെ പോയിട്ട് കുടുങ്ങേണ്ട അവസ്ഥയൊന്നുമില്ല. എവിടെയെങ്കിലും വെച്ചെന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടേക്ക് ആകുമ്പോൾ ഈ റോഡാകുമ്പോൾ നല്ല കൂളായിട്ട് നമുക്ക് പോരാ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പെട്ടെന്ന് പ്രശ്നം വെച്ചാൽ ഒരു കടകൾ പോലും ഉണ്ടാവില്ല. പണ്ട് റോഡ് സൈഡിലൊക്കെ തട്ടുകടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവി. ഞങ്ങൾ അതിനോട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് വലിയ പ്രശ്നമില്ല, അങ്ങനെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. പിള്ളേരൊക്കെ അതാ ബൈക്കിൽ ഇങ്ങനെ 3 ആളൊക്കെ വെച്ച് പോകുന്നു. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം എത്ര കിലോമീറ്ററായി? 243 കിലോമീറ്റർ ഓടി വണ്ടി. ഞങ്ങൾ കുറേ സ്ഥലത്ത് തന്നെ നിർത്തിയാണ് വന്നത്. അതൊന്നും വ്ളോഗ് എടുക്കാൻ കഴിഞ്ഞില്ല, അങ്ങനത്തെ സാഹചര്യം ആയിരുന്നു. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് നല്ല നല്ല കാഴ്ചകൾ കാണുമ്പോൾ ഞാൻ എന്തായാലും വരാം. നല്ല റോഡാട്ടോ, നല്ല അടിപൊളി റോഡ്. നമുക്ക് കുറച്ച് മോശം റോഡൊക്കെ കിട്ടിയിട്ടുണ്ട്, എന്നിട്ട് കുഴപ്പമില്ല. മറ്റേ പാരിയക്കര ടോളാണ് നമ്മളെ ചതിച്ചത്. 180 ഉറുപ്പ്യ ടോളായി. പക്ഷേ റോഡ് ഒരു വസ്തുവിനും കൊള്ളാത്ത കുറേ റോഡും ഒരു വസ്തുവിനും റോഡ് കൊള്ളൂല. ചത്ത റോഡായിപ്പോയി, ആ അവസ്ഥയായിപ്പോയി സത്യം പറഞ്ഞാൽ. വലത്തോട്ട് എന്നിട്ട് ഇടത്തോട്ട്. ഇപ്പം ഞങ്ങളിതാ ഏതൊരു സ്ഥലത്ത് ലൊക്കേഷൻ ഇനി 51 കിലോമീറ്ററാണ്. എന്നിട്ട് പോകുന്ന റോഡ് നോക്കിയാണ്. ഇതാണ് വാഗമണ്ണ് റോഡ്. നമ്മളെ വീട്ടിൻ്റെ നടുക്കുടിയിലെ റോഡ് പോലെ ഉണ്ട് കിടക്കുന്നത്. ഏതാ സ്ഥലം, ഏതാ റോഡ്? 51 കിലോമീറ്റർ ഉണ്ട്. 6:09 നമ്മൾ അവിടെ എത്തും. ഇപ്പം ടൈം 4:18 പുലർച്ചെ 4:18. അപ്പം എങ്ങനെയുണ്ട്? ടയർഡായോ? സെറ്റല്ലേ? അടിപൊളി വൈബാണ് ഗേസ്, നല്ല രസമുണ്ട്. ബാക്കിലൊരുത്തൻ കിട്ടുന്ന ഉറങ്ങുന്നുണ്ട്. രാവിലെ ഇനി അങ്ങോട്ടൊക്കെ ഓടിക്കാല്ലേ. അപ്പം അതിനോട് ഞങ്ങൾ നല്ല സുഖത്തിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ പോയി. ഗേസ് അടിപൊളി സ്ഥലത്തൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ഇനി നമുക്ക് പോകാനുള്ള ദൂരം എന്ന് പറഞ്ഞാൽ ഇതാ 45 കിലോമീറ്റർ ഉണ്ട്. 1.5 കിലോമീറ്റർ പോയിട്ട് അവിടുന്ന് റൈറ്റാണ് നമുക്ക് പോകേണ്ടത്. മറ്റേ സ്ഥലം കണ്ടില്ലേ, അടിപൊളി ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. വെള്ളച്ചാട്ടങ്ങളാണ് കണ്ട്. ഇതൊക്കെ തരണം ചെയ്യണമെന്ന് അറിയില്ല, അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഈ ഒരു സമയമായതുകൊണ്ട് ആൾക്കാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. 2-3 കാറൊക്കെ ഞങ്ങൾ കണ്ടു വൈകി. ഇത്രയും നേരം ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു ഈ റോഡിൽ. ഇപ്പോൾ 2-3 കാറൊക്കെ കണ്ടുകൊണ്ടൊരു സമാധാനമുണ്ട്. തിങ്കളാഴ്ച ആളും മനുഷ്യനും ഇല്ലാത്തൊരു സ്ഥലമാണെന്ന് വിചാരിച്ചു. ഇത് ഏതാ റോഡ് ഒന്നും മനസ്സിലായി. നമ്മളൊക്കെ ലൊക്കേഷൻ മാപ്പ് കാണിച്ച റോഡ് കൂടിയാണ് നമ്മൾ വരുന്നത്. വണ്ടി പോകുന്നല്ലാതെ റോഡ് വരെ വണ്ടി ഇല്ലല്ലോ. ചെറിയ വീടുകളൊക്കെ ഉണ്ട് ഇതിൻ്റെ മണ്ടയിൽ, ചെറിയ വീടുകളൊക്കെ. എനിക്ക് സൗണ്ടൊക്കെ എടുക്കുന്നുണ്ടായിരുന്നുണ്ട്. വരികയാണെങ്കിലേ നല്ല വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, നല്ല വ്യൂ പോയിന്റ് ആട്ടോ. പുറത്തേക്കൊക്കെ അടിപൊളി മക്കളെ, ഫുള്ള് ഫോഗായിട്ട്
സാധനം കാണുന്നില്ല. ലൈറ്റ് തന്നെ ഏതോ അടുപ്പിലേക്ക് അടിക്കുന്നത്. കോടിയാണ് ഇവിടെ കടഞ്ഞു പോയി. സീപ്പായി അവസ്ഥ. അടിപൊളി ഒന്നും കാണാണ്ടായി ഗൈസ്. ഞങ്ങളിപ്പോ എങ്ങനെയൊക്കെയാ നോക്കി നോക്കി പോകുന്നത്. ബ്ലാക്ക് ഇല്ലോട്ട് മാത്രം. റൈറ്റ് ഇടുമ്പോൾ ഒന്നും കാണില്ല. ഇവിടുന്ന് മേലോട്ടാണോ? മേലോട്ട് എയറോ മാർക്കിന്റെ ബോട്ടുണ്ട്. അതിനോട് സമാധാനം. മറ്റേ അവിടെ ഇടിക്കുള്ളൂ. അടുത്ത ഭാഗത്ത് കൊക്കയാണ്. അമ്മോ നോക്ക് ഗൈസ്, സീനാണ് ഗൈസ്, മൊത്തം സീനാണ്. അമ്മോ മൻസീന്. ഇനി ഇതാ 31 കിലോമീറ്റർ ആണ് നമുക്ക് ഓടാനുള്ളത്. ഇപ്പൊ ടൈം നിങ്ങൾ കണ്ടോ? 5:15 5:15. നല്ല റോഡാണ്. വാഗമണ്ണെത്തി. വാഗമണ്ണ് ഇതാ ഹോളിഡേയ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടേക്കാണ് പോകുന്നത്. വാഗമണ്ണ് റോഡിനാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ടോട്ടൽ നമ്മൾ എത്ര കിലോമീറ്റർ ഓടി അറിയോ? 300.9 കിലോമീറ്ററായി. നല്ല റോഡാട്ടോ. ഇത്രയും നേരം ഒരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു വൃത്തിയിട്ട റോഡ് കൂടി ഇനി വന്നേ. പക്ഷേ ഇത് അത്യാവശ്യം സെറ്റ് റോഡ്. ഓ കുറേ എക്സ്പീരിയൻസ് ചെയ്തു. നല്ല നല്ല കേസ്. ഞങ്ങളിത് അടിപൊളി ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏതാ സ്ഥലം നോക്കിയിട്ടുണ്ട്, ഏതാ ലൊക്കേഷൻ. ഇതാ തീരത്തോട്ടൊക്കെ ഫുള്ള് തീരത്തോട്ടായി. ഏതാ ലൊക്കേഷൻ അറിയാം. ഓ ഒരു രക്ഷയില്ല കേസ്. നല്ല അടിപൊളി റോഡാണ്. എങ്ങനെയുണ്ടോ എക്സ്പീരിയൻസ് അഭിയ? ഒരു വല്ലാത്ത മൂഡ്. ഇപ്പോഴും നാട്ടിൽ നിന്ന് കളിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ എപ്പോഴും പറയാത് ആ സംഭവം. ഇത് വേറെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്ന പോലെ അല്ല ഇത്. ഇതൊരു വേറെ തന്നെ ആരുമില്ല റോഡില്. അടിപൊളി അൺഎക്സ്പെക്ടഡ് ആയിട്ട് മെമ്മറബിൾ ആയി. അടിപൊളി. അതാണ് പവർ. ഏതാ റോഡ് നോക്കി ഗൈസ് നിങ്ങളെ. ചെറിയ റോഡ്, അതിന്റെ നടുവിൽ കൂടി തേയിലത്തോട്ടങ്ങള്. ഏതാ റോഡ്. അടുത്ത കാഴ്ചകൾ കാണുമ്പോൾ വരാം. ബൈ. ഞങ്ങളിതാ വാഗമണ്ണ് മറ്റേ ഈ കുറേ കടകളൊക്കെ ഉള്ളൊരു സ്ഥലമല്ലേ, അവിടെ എത്തിയിരിക്കുന്നത്. വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ സ്ഥലത്തല്ലേ അടിപൊളി സ്പോട്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നുണ്ടോ? എല്ലാവരും മുഖം കണ്ടില്ല, ചത്ത് കിടക്കുക. അക്ഷയ് ഇതവിടെ. അക്ഷയ് ഇതവിടെ ഉണ്ട്. വൻ സീൻ കേസ്. ഒന്നും പറയാല്ലോ. രക്ഷയില്ലാത്ത സ്ഥലമാണ്. ഒന്നും പറയാല്ല. ഞാനെല്ലാം കൂടെ എന്തോ ആയിപ്പോയി. കുറേ ടെൻഷൻ അടിച്ചിട്ടുണ്ട്. പേടിച്ച് പണ്ടിറങ്ങിപ്പോയി. കാരണം അങ്ങനത്തെ ചെറിയ സ്ഥലമാണ്, കോടയാണ്. അതിനുള്ളിൽ കൂടി എന്താ പറയുക, റോഡും കാണില്ല. അവസ്ഥയിലായിപ്പോയി സത്യം പറഞ്ഞാല്. ഒന്ന് സീറ്റ് ബെൽറ്റ് റോഡ് കാണില്ല. അതൊരു വലിയൊരു പ്രശ്നമാണ് കേസ്. കാരണം തൊട്ടടുത്ത് കൊക്കിയ ജീവൻ മരണ പോരാട്ടം പോലെ ഞങ്ങൾ ഓടിച്ച് വരുന്നത്. അമ്മോ ഇതൊക്കെ എക്സ്പീരിയൻസ് ആട്ടോ. ഇതൊക്കെ നമ്മളെ നാട്ടിൽ നിന്നാൽ കിട്ടൂല. അങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ പോയാലേ കിട്ടുള്ളൂ. നല്ല വൈബ്, അടിപൊളിയാണ് സെറ്റ്. ഇനി അടുത്ത് എന്തെങ്കിലും കഴിച്ച് വരികയാണെങ്കിൽ ഞാൻ അടുത്തതിന് വരാം. ഓക്കെ. അടിപൊളി സ്പോട്ടിലാ ഗൈസ് ഞങ്ങൾ വന്നേ. ഞങ്ങൾ എത്തിയിരിക്കുന്ന സ്ഥലം നോക്കുക ഗൈസ്. ഞാൻ നേരത്തെ കാണിച്ച നമ്പർ എന്താ? ഒരു പോസിറ്റീവ് വൈബാണ് ഗൈസ് വന്നപ്പോൾ. ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങളിത് അവിടെ എത്തി. എണീച്ച് ഒരു 11:55 ആയിട്ടുണ്ട്. ഞങ്ങൾ എത്തുമ്പോൾ ഒരു 6 മണിക്കായില്ലേ അല്ലേ? 6 മണി 6:30 ആ സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ 6:30 എത്തി. ഞങ്ങളിതാ അവിടെ എത്തി. അടിച്ച് പൊളിച്ച് കിടന്നുറങ്ങി. ഇനിയിപ്പോൾ ചായ കുടിക്കണം. ഇപ്പോൾ ഒരു 11:30 ആയിട്ടുണ്ട്. കുഴപ്പമില്ല, ഇനി ഒന്നുകൂടി കിടന്നുറങ്ങണം. അപ്പോൾ ഇനി ചായയൊക്കെ കുടിച്ചെടുക്കാം. സാധനം 2 മുതൽ
ലൈവിലൊക്കെ ഉണ്ട് ആൾക്കാർ. സ്ഥലം കണ്ടത് തിരിച്ച് കാണിച്ചായിക്കോട്ടെ. ഡോളു ബോലു രണ്ടാളും ഇവിടെ ഉള്ള ആൾക്കാരാണ്. ഇതിന് വേറെയും 3 കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്തുണ്ട്, പിന്നെ ഒരു തള്ളിയുണ്ട്. നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് ആള്. ഇത് അങ്ങനത്തെ വലിയ ഉപദ്രവകാരിയൊന്നുമല്ല, സൈലന്റ് ആണ് ആള്. കാറ് ഫുള്ള് ചളിയുണ്ട്. അപ്പൊ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല പരിപാടിയിലാണ്. ഫുള്ള് ചളിയിരിക്കുന്നത്. ബിജുവേട്ടൻ ഇവിടെ ഉണ്ട്. ബിജുവേട്ടനെ കുറെ ആൾക്ക് കണ്ടില്ല. അതാണ് ബിജുവേട്ടൻ. ഒരാഴ്ച നിങ്ങളിവിടെ എന്താ പരിപാടി? അതാണ് ഇവിടെ പരിപാടി. ഇതാണ് പ്രൊജക്ട് കേട്ടോ. അടിപൊളി വൈബ് സ്ഥലം പറഞ്ഞ അടിപൊളി വൈബ് സ്ഥലം. ഇതെന്തോ ഒരു ഫോട്ടോഷൂട്ടിലൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്ലാന്റ് ആണ്. ചീര, നമ്മുടെ നാട്ടിലത്തെ ചീര പോലെ ഉണ്ട്. പക്ഷെ ചീരയല്ല, വേറെന്തോ സംഭവം. മൂപ്പര ജീപ്പ് അത് അവിടെ കിടക്കുന്നു. അതെത്രയാ മോഡൽ ജീപ്പ്? 92 മോഡൽ ജീപ്പാണ്. നമ്മൾ നിൽക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ വില്ലാണ്. വിജയേട്ടൻ്റെ വർക്കിൽ സൈറ്റാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങളെ റൂം കാണുന്നത് പച്ച, അതിൻ്റെ അവിടെയാണ് ഞങ്ങളെ റൂം. ഇതൊക്കെ വേറെ വേറെ റൂമുകളാണ്. നിങ്ങൾ കാണുന്നുണ്ട് അറിയില്ല. ഇതൊക്കെ ഓരോരോ റൂമുകളാണ്. സ്ഥലം അപ്പൊ നമ്മളൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചാർലിക്കുളം എന്നാണ് അതിന്റെ പേര്. അടിപൊളി വ്യൂ പോയിന്റ് ആണ്. അപ്പൊ അവിടെ എത്തിയിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പൊ നമ്മള് ബിജുവാട്ടിന്റെ കൂടെ അക്ഷയ് ഉണ്ട്, അബി ഉണ്ട്. ക്യാമറ എടുക്കുന്ന അബിയാണ്. അപ്പൊ എല്ലാരും ഉണ്ട്. നമ്മളിങ്ങനെ പോയി അവിടെ എത്തിയിട്ട് അടിപൊളി കാഴ്ചകളെ കാണിക്കാം. ഓക്കെ, ഡേഞ്ചറസ് പ്ലേസ് ആണ്. ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ട ഒരു സംഭവമാണ്. ബോർഡർ ആയിക്കല്ലേ? ബോർഡർ അവിടെ നമ്മള് ബോർഡർ കുമളിയാണ്. വീടുകളൊക്കെ കണ്ടോ? ചെറിയ ചെറിയ വീടുകൾ, ഇത്രയും ചെറിയ ചെറിയ വീടുകൾ. കുറേ വീട് ഞങ്ങൾ വരുമ്പോൾ കണ്ട്, അതൊന്നും ബ്ലോഗിൽ എടുക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ കാഴ്ച കാണുമ്പോൾ ഇതിനായി അറിയാനും ഇത് കണ്ടോ? ചെറിയ ചെറിയ വീട്, നല്ല രസം, നല്ല രസമുള്ള വീടുകൾ ഉണ്ടോ? അതേ പറഞ്ഞ ചെറിയ ചെറിയ വീടുകൾ, അങ്ങനത്തെ ചെറിയ ചെറിയ വീടുകൾ ഫുള്ള് കിടക്കുന്നത്. അതോ രസം കാണാൻ. ഒരു തമിഴ്നാടൊക്കെ പോയ ഒരു ഫീലിംഗ്. ഒരു തമിഴ്നാട് ബോർഡറാണെന്നാണ് കേട്ടത്. തട്ട് ചാർലി സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം, വട്ടവട എന്നൊക്കെ പറഞ്ഞ് കാണിച്ച ഒരു ഏരിയ അല്ലേ, അതാണിത്. പിള്ളേരൊക്കെ അവിടെ ഉണ്ട്. ഇതാണ് സ്ഥലം. ഒരു ഓർഫനേജ് പോലെ കാണിക്കുന്നില്ലേ, അത് ഇതിൻ്റെ നേരെയാണ്. ആ നേരെ കാണുന്നത് നെടുമുടി വേണു എന്നൊരു സ്ഥലമല്ലേ, അതാണ് സംഭവം. നല്ല വർഷം പഴക്കമുള്ള ഒരു മരമാണ്. ഇതും അതേപോലെ തന്നെ ഈ കാണുന്നതൊക്കെ വർഷം പഴക്കമുള്ളതാണ്. ഒന്നും പറയാനില്ല. സ്പോട്ടപ്പടി സെറ്റാണോ? എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? വൈബാണ് സ്ഥലം. അപ്പൊ എല്ലാരും കൂടെ ഉണ്ടാവും. ബൈ. തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കയറ്റം പോയത്. നമ്മളെ ചെക്കനവിടെ ഉണ്ട്. ഈവനിങ്ങിൽ ഓരോ വൈബ്
അടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അടിപൊളി സ്പോട്ടാണ് ഇവിടെ. മൂപ്പരെ റൂം നേരെ തന്നെയാണ്, അതിൻ്റെ അവിടെ തന്നെയാണ്. അതാ ജസ്റ്റ് നായ്ക്കളൊക്കെ ബാക്കി ഡോഗ്സ് ഇതാ ആശാദ് അവിടെ നിൽക്കുന്നത് ഡോഗ്സ്. പിന്നെ 2-3 അവിടെ ഉണ്ട്, ഞാൻ വേണമെങ്കിൽ പോകുമ്പോൾ കാണിച്ചു തരാം. ടാസ്ക്കാണ് അങ്ങോട്ട് പോകാറുണ്ട്. അഭിമോദ സ്ഥലം കണ്ട കുളം ഈ ചാടണമെന്നുണ്ട്. ബട്ട് തണുപ്പ് കാരണം അച്ചാതി തണുത്ത കാറ്റ, ഏതാ ക്ലീൻ വെള്ളം ഒരു. അതൊക്കെയാണ് പരിപാടികൾ. ഞങ്ങളിങ്ങനെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല മീനുണ്ടല്ലേ. ഒന്നുകൂടി ചാടി വയറ്റിലാവും. നീന്തൽ അറിയില്ല പാവത്തിന്. എടാ നീന്തലൊക്കെ പഠിച്ചു വിടറ. അത് ഫുള്ള് ഫോട്ടോഷൂട്ടാണ് ഗെയ്സ്. ഫോട്ടോഷൂട്ട് ഞാൻ കാണിച്ചത്, ഫോട്ടോസ് എടുത്ത ഫോട്ടോസൊക്കെ കാണിച്ചത്. ഞാൻ 2-3 സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. ഇനി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേനൊക്കെ പോയിട്ടുണ്ട്. ഞാൻ പോസ്റ്റും ചെയ്യാം. നല്ല അടിപൊളി സെറ്റ്. അപ്പോൾ ഫോട്ടോസ് കാണിക്കണം. ഫോട്ടോസ് അന്ന് കാണിക്കും. എന്ത് ഫോട്ടോസ് എടുത്ത ഫോട്ടോസൊക്കെ? ഏത് ഫോട്ടോസാ? കുറേ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അതൊക്കെ ഓക്കെ. അൺഒഫീഷ്യൽ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീരപ്പൻ്റെ നമ്മളെ പരിപാടി. പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്നതാ ഇതൊരു അടിപൊളി സ്ഥലത്ത് ഞങ്ങൾ നേരത്തെ പോയത് കണ്ടില്ലേ, അവിടെ നിന്ന് എടുത്ത ഫോട്ടോസാണ്. ഫോണ് വേറെ മൂഡ് ഫോണുകളാണ്. ഫോണിലെടുക്കുന്ന ഫോട്ടോസൊക്കെ വേറെ മൂടാട്ടോ. ഇടുക്കി മിടുക്കി ഏതാ സാധനവും അതാണ് ഇത്. അതുപോലെ ഇവിടുത്തെ നേഴ്സറി ഫുള്ള് ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇതൊരു അടിപൊളി സെറ്റപ്പാണ്. അതിനുള്ളിലൊക്കെ എന്തൊക്കെയോ തൈ നട്ട് പിടിപ്പിക്കുന്നുണ്ട്. പോയേക്കണം അത് വേണ്ട. ഹായ് ഗേസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ഉണ്ടാകുക. അടുത്ത പവറായിരിക്കും. നമ്മൾ കോളേജ് ഷോൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമ്മളെല്ലാവരും കിടന്നുറങ്ങാൻ പോവുക. ബൈ.